രാംചരൺ നായനാണ് ഏറ്റവും പുതിയ പടം പെദ്ദിയാണോ അതോ പെഡ്ഡിയാണോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. മലയാളത്തിൽ പെദ്ദിയാന്ന് തോന്നുന്നു. രാംചരൺ, ജാൻവി കപൂർ, അതുപോലെ തന്നെ മ്യൂസിക് AR റഹ്മാനാണ്. സിനിമയുടെ സംവിധാനം ബുച്ചി ബാബു സന. അതാരാണ് ഞാൻ കേട്ടിട്ടില്ല പുള്ളി. അപ്പം അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. പെദ്ദി എന്നാണെന്ന് തോന്നുന്നു പേര്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ജാൻവി കപൂർ എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വെറുതെ ഒരു ക്യാരക്ടറാണ് ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണല്ലോ കോമൺലി എങ്ങനെയാണല്ലോ പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി എന്തോ ഇതിന് 2-3 ടീസറൊക്കെ ഇറങ്ങിയായിരുന്നു. അതായത് പുള്ളി അത് ബൈൽവാനായിട്ട് ഒരെണ്ണത്തിൽ കണ്ടു, പിന്നെ ഒന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ആളായിട്ടും കണ്ടു. ഇതിന് ഡയറക്ടറായ അതായത് ബുച്ചി ബാബു സന പറഞ്ഞിട്ടുള്ള ഈ പടം എന്താണ് റിയൽ ലൈഫാണ്. അതായത് പുള്ളിയുടെ നാട്ടിൽ ഉള്ളൊരു പുള്ളിയുടെ കൂട്ടുകാരനെ കുറിച്ചുള്ളൊരു കഥയാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ട്രെയിലർ വന്നിട്ട് നമുക്ക് മലയാളത്തിൽ കണ്ടുപോകാം. 3 മിനിറ്റ് ഉണ്ട് ട്രെയിലർ. മൊത്തം കഥയും പറയാതിരിക്കുവാണെങ്കിൽ നല്ലത്. നമുക്ക് കണ്ടുപോകാം. ഫുൾ ബോഡി റുബി സിനിമാസ്. ഇവിടെയുള്ളവരുടെ ഫേവറേറ്റ് പ്ലേ വെവ്വേറെ ആണെങ്കിലും അവരുടെ ഫേവറേറ്റ് പ്ലെയർ മാറുന്നില്ലല്ലോ. പെറ്റി അത് ഈ നാട്ടിലേതെങ്കിലും എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെറ്റിയാ സാർ. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെറ്റി സാർ. ഓ, പുള്ളി റെസ്ലറുമാണ് ക്രിക്കറ്ററുമാണ്. ആ ക്രിക്കറ്റ് കളിയുന്ന സീൻ കണ്ടില്ല? ഇത് ഇവർ ചെയ്യുമ്പം ഇത്ര ഓവറാക്കി ഇവർ ചെയ്യുള്ളൂ. തിരിഞ്ഞു പറയും ഇതൊക്കെ പോസിബിളാണ് കൂടെ. ഈ നാട്ടിലെ പിള്ളേരൊക്കെ പെറ്റി എങ്ങനെയാ കാണുന്നത് സാറിന് അറിയോ? ഗ്രൗണ്ടിലെ ദൈവമായിട്ടാ. ഞാൻ കളിക്കുന്ന ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു. നീ കേട്ടിട്ടില്ല? സ്ഥിരം ക്ലീശ, കുറേ ബോഡി ഷോയും ഇതും പരിപാടി. ഞാൻ പറയാം, ജാൻവി കപൂർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് വെറുതെ ചുമ്മാ കുറേ റൊമാൻസും കുറേ ക്ലീശ രംഗം കാണിക്കാനുള്ള നായിക. എന്തിനാണ് ഇങ്ങനെ? അതിലൊരെണ്ണം വിജയനെ വീണതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറ്റടുത്ത ഉപദേശമൊന്നും എന്നോട് വേണ്ട. അയ്യോ, പെമ്പിള്ളേരായി പറയാൻ പാടില്ല മോളെ. ആരടാ മോനെ? കളി ജയിച്ചോ തോറ്റോ എന്നതല്ല, അതിന് ജീവൻ കൊടുക്കണം. മറ്റേ പുള്ളിയല്ലേ നീയൊക്കെ റെയിൽവേ പാളത്തിൽ വഴിയുണ്ടായിട്ട് മാത്രം കാര്യമില്ല. മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ നാണമില്ല. ഊരും പേരും അറിയാത്ത നിന്നെയൊക്കെ പിടിച്ച് പണി നന്നായിട്ട് വലിയ നന്ദിയുണ്ടോ ചേട്ടാണ്. വലിയ കളിക്കാരനാണെങ്കിൽ കളി എങ്ങനെ കളിപ്പിക്കണമെന്ന് നമുക്കറിയാം. കളിക്കാരൻ വെറുതെ നാവിട്ടടിക്കാതെ കളിച്ച് ജയിക്കാൻ പറ്റിയ ആമ്പുലർ ഉണ്ടെങ്കിൽ വരാമല. ആരടാ അവൻ? രണ്ട് ടീമുകൾ ചേർത്ത് ഒന്നാക്കി മത്സരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ്. ഞാൻ പെദ്ദിയാ സാറേ. ജയിച്ചാലും അത് ഈ മലയടിവാരക്കാരന്റെ പേരിൽ തന്നെയായിരിക്കാം. കളികൾ എനിക്ക് മത്സരം മാത്രമായിരുന്നില്ല, പോരാട്ടം കൂടിയായിരുന്നു. സത്യം പറയാം, ട്രെയിലർ മടുത്തു. ഇത് ഇപ്പോൾ 3 മിനിറ്റ് സിനിമ കാണുന്ന ഫീലാണ് ട്രെയിലർ കാണുമ്പോൾ. ഇത് ഫുൾ കഥ ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ റിവീൽ ചെയ്ത് ട്രെയിലർ ഇറക്കുന്നത്? റണ്ണർ വേണോ, അത്ലറ്റ് വേണോ? എൻ്റെ മോനെ, ഇതൊക്കെ ഉള്ള കഥയാണോ? ഇത് പുള്ളി റിയൽ ലൈഫ് സ്റ്റോറി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഉള്ളതാണോ എന്നറിയില്ല. ഏതായാലും പുള്ളി റെസ്ലറാണ്, ക്രിക്കറ്ററാണ്, അതുപോലെ ഏറ്റവും അവസാനം അത്ലറ്റായിട്ടാണ്. ഇതിൻ്റെ കഥ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി. പുള്ളി ഒരു ആവശ്യത്തിനായിട്ട് ഒരിടത്ത് പോകുന്നു, അവിടെ വെച്ച് കുറേ സംഘർഷം പരിപാടി ഉണ്ടാക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു എന്തോ വ്യവസായ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നതൊക്കെയാന്ന് തോന്നുന്നു. പക്ഷേ ഇത് ടിപ്പിക്കൽ തെലുങ്കു
ഒരു മാസ് മസാല സാധനം തന്നെയാണ്. പുതുതായിട്ട് പറയാൻ ഒന്നുമില്ല. കുറേ രാംചരനെ കുറച്ച് പുള്ളി ബോഡിയൊക്കെ ഇങ്ങനെ കുറച്ച് സെറ്റാക്കി, അതല്ലാതെ ഇതിനകത്ത് പറയും. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഓക്കെ ഇഷ് ഫീൽ. പിന്നെ ഇതിനകത്ത് നായിക കഥാപാത്രം ജാൻവി കപൂർ കുറേ വയറ് കാണിക്കും, കുറേ ഷോ ഓഫ് കാണിക്കും. പുള്ളിക്കാർക്ക് ഈ ഡ്രസ്സ് ഇങ്ങനെ വയറ് കാണിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് പുക്കളുടെ അല്ല നമ്മുടെ ഇതിൻ്റെ താഴോട്ട് ഇടുന്ന ഭയങ്കര അലർജിയാണെന്ന് തോന്നുന്നു. കുറേ വയറൊക്കെ കാണിക്കുന്ന ടിപ്പിക്കൽ നായകൻ. പുള്ളി നടന്നു പോകുമ്പോൾ ഫസ്റ്റ് നായകനെ കാണുന്നു, ഫസ്റ്റ് ഇംപ്രഷൻ ലവ് ആവുന്നു. നായിക തെന്നി വരാൻ നേരത്തെ പുള്ളിക്കാരൻ ഇങ്ങനെ കയറി പിടിക്കുന്നു, കണ്ണും നോക്കുന്നു, അവർ തന്നെ ഇഷ്ടമാകുന്നു. ഇതൊക്കെയായിരിക്കും നായകൻ കെമിസ്ട്രി ഒരു പടത്തിലെ ടിപ്പിക്കൽ. നമ്മളൊന്നും പറയുന്നില്ല, സിസ്റ്റം കണ്ടു മടുത്ത സാധനം തന്നെ, ഒന്നും പറയുന്നില്ല. പിന്നെ കുറച്ച് ആക്ഷൻ രംഗങ്ങളും കാര്യമൊക്കെ കാണും. പക്ഷേ എനിക്ക് ട്രെയിലർ കണ്ട് വർക്കായില്ല. പിന്നെ ഈ 3 മിനിറ്റൊക്കെ ട്രെയിലർ ഇറക്കി ഇത്രയും റിവീലൊക്കെ ചെയ്ത് കഥ മൊത്തം കാണിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ കാണിക്കുന്നതിലപ്പുറം മറ്റൊരു കഥ ഉണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് ഓക്കെ ഇഷ്ടയിലാണ് കിട്ടിയത് ട്രെയിലർ കണ്ടിട്ട്. ചുമ്മാ ടിപ്പിക്കൽ ഒരു തെലുങ്ക് മൂവി. രാംചരൻ എനിക്ക് തോന്നി അടുത്തായിട്ട് നല്ല പടം. RRR അല്ലാതെ വേറെ നല്ല പടം ഞാൻ അടുത്തല്ല ടോട്ടലി കണ്ട എനിക്ക് തോന്നുന്നു മറ്റേ രംഗസ്ഥലം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. രംഗസ്ഥലം, RRR ഇതൊന്നാലും ഇപ്പോൾ രാംചരൻ്റെ നല്ല പടം വന്നിട്ട് കുറേ നാളെ. ഈ ഇടയ്ക്ക് ഒരു ചിരഞ്ജീവിയായിട്ടൊരു പടം ഉണ്ടായിരുന്നു. അതായത് പുള്ളി ഗസ്റ്റ് റോളാണ്. ചിരഞ്ജീവി ആവശ്യമായിട്ട് പുള്ളിനെ പിടിച്ച് ഡയറക്ടറായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായി പുള്ളിയുടെ റോൾ എക്സ്റ്റെൻഡ് ചെയ്തു. ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അത് കത്തിപ്പടം, 8 തലയിൽ പൊട്ടിയ പടം. നല്ല പടം. രാംചരൻ ഒരു നല്ല പടം വന്നിട്ടില്ല അടുത്തൊന്നും, എനിക്ക് തോന്നുന്നില്ല വന്നെന്ന്. ഇപ്പോൾ ഈ പെദ്ദി ഇത് കണ്ടിട്ട് എനിക്ക് ടിപ്പിക്കൽ മാസ് മസാല. ചിലപ്പോൾ നോർത്തിലൊക്കെ അവിടെ, നോർത്തും പെട്ട് നമ്മുടെ ആ സ്ഥലത്തൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ അവിടെ അങ്ങോട്ട് നമ്മുടെ ആന്ധ്രയിലും അവിടെയൊക്കെ ചിലപ്പോൾ കളക്ഷൻ കിട്ടുമായിരിക്കും. അല്ലാതെ ഇവിടെ ഇത് കണ്ടിട്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഇതേ ടൈപ്പാണ് പടമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ വർക്കാവുന്നത്. പിന്നെ നമുക്കറിയാം പുഷ്പ 2 വരെ 1000 കോടി കളക്ഷൻ കിട്ടി. അതുകൊണ്ട് പടത്തിൻ്റെ ക്വാളിറ്റിയിലൊന്നുമല്ല കളക്ഷൻ. ഇവർക്ക് കളക്ഷനാണ് ഇവർ നോക്കുന്നത്. അതിന് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സായി കുറേ ഡാൻസ്, നായകൻ കുറച്ച് പരിപാടികൾ, കുറച്ച് ഫൈറ്റ്, കുറച്ച് മാസ് ഡയലോഗ്സ്, ഇത്ര ഉണ്ടെങ്കിൽ സെറ്റ്, പടം ഹിറ്റ്. അതാണ് അവിടുത്തേക്കൊരു സാധനം. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ടല്ല, എനിക്ക് ട്രെയിലർ കൊണ്ട് വർക്കായില്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ കൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫിലിംസ്.